വെൽക്കം ടു IFC ഇൻട്രോവേർട്ടഡ് ഫിൽമി. അപ്പോൾ ഇന്ന് നമ്മൾ കോൾ മീ ബേ എന്ന് പറഞ്ഞ ആമസോണിൻ്റെ സീരീസിൻ്റെ ട്രെയിലർ റിയാക്ഷനാണ്. ഇതൊരു ഫൺ പരിപാടിയായിട്ട് കണ്ടാൽ മതി. ഇതൊരു ഞങ്ങൾ അനന്യപ്പാണ്ഡെ ഫാൻസ് ഇവിടെ ഞങ്ങളല്ല ഞങ്ങൾ അനന്യപ്പാണ്ഡെ വേറൊന്നുമല്ല. അപ്പോൾ നമുക്ക് ട്രെയിലർ കാണാം. ട്രെയിലർ കേട്ടാ You can call me babe. I was born with a golden spoon. Hey Bella. സ്വന്തം കഥയാ. Good morning Rita. Good morning Maya. Guten Morgen Trixie. Guten Morgen, babe. मेरी फैमिली में there's no such thing as too much play. 7 लाख विकास, एक चॉपर और एक फेरी टेल वेडिंग. आपके सारे कार्ड्स डिक्लाइन हो गए हैं. Are you suggesting that I am middle class would be an upgrade band? You need to start afresh. Go to your city. कोई ऐसी जगह जहाँ ധർമ്മ എന്നല്ലേ പറഞ്ഞേ? ധർമ്മ. इसमें सिक्का नहीं होते. लगता है शायद आप पहले कभी ऑटो में नहीं बैठे. Working this way. Yeah, white bed. I thought ये दुनिया से eradicate हो गया था like polio. Polio मुंबई में रहूंगी. तो क्या करोगी जॉब? Yes, I will get a job. And unless you, I do it without the family name. क्या आपने कभी किसी न्यूज़ चैनल में काम किया? वैसे तो न्यूज़ चैनल हमारे भी काम करते हैं, but I have studied journalism, social media journalism. What? Welcome to the confessional with Satyajit Sen. You, Minion. क्या कर रही हो तुम यहाँ पर? I am now a journal. Go stand in for lighting, please. Why? Because I said so. इसे कौन साफ करेगा? कौन? तुम! चुनी नहीं है. Sweet service entrance. Stressless. Buy more. Life है कोई रवि शास्त्री की कमेंट्री नहीं. बदल जाएगी. I am gay. I'm here to slay. Seize the day. मजबूरियों से मैं गुजर रही हूँ भैया. आपकी मजबूरी जहाँ शुरू होती है वहाँ तक पहुँचना ही तो हमारा सपना है. Where have I heard that before? സെൽഫ് ട്രോൾ ആണല്ലേ. എനിക്ക് ആക്ച്വലി മറ്റേ കൊറിയയിൽ ഇതുപോലെ കുറെ സീരീസ് കാണാറുണ്ട്. ആ ഒരു വൈബ് എനിക്ക് കണ്ടത്. കൊറിയൻ റോംകോം സീരീസുകളുടെ ഒരു കളർ പടം. അതെ അല്ല കൊറിയൻ റോംകോം സീരീസുകൾക്ക് ഇവിടെയൊക്കെ കുറച്ച് ഫാൻസ് ഉണ്ട്. എനിക്ക് ഇത് കാണുമ്പോൾ പെട്ടെന്ന് ആ ഒരു ലൈൻ ലൈനാ ഫുള്ളി അങ്ങനെ ഒരുപാടുണ്ട്. പിന്നെ സംഭവം എനിക്കിത് പെട്ടെന്ന് എൻ്റെ വൺ ലൈൻ അത് കണ്ടപ്പോൾ ഷിറ്റ്സ് ക്രീക്ക് എന്ന് പറഞ്ഞൊരു സീരീസ് ഉണ്ട്. ഷിറ്റ്സ് ക്രീക്കിൻ്റെ ഒരു സ്റ്റാർട്ടിങ് ലൈൻ പോലെ. പക്ഷേ അതുവരെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. അതും കിടിലൻ സാധനമാണ്. ഇതിൻ്റെ കാര്യത്തിൽ എനിക്കറിയില്ല. 100 രൂപ മേടിച്ചിട്ടുണ്ടെങ്കിലും 250 രൂപയുടെ അഭിനയം കാഴ്ചവെച്ചിട്ടുണ്ട്. അല്ല കുറച്ച് ഫാൻസ് വന്നിട്ട് താഴെ പൊഗ്ഗാരി എടുക്കട്ടെ. അല്ലല്ല കുറച്ച് കുറച്ച് അഭിനയം ഫണ്ണാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ ചില സ്ഥലത്തൊക്കെ കുറച്ച് കോമഡി വർക്ക്. അല്ല ഇത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് ദഹിക്കാൻ കുറച്ച് പാടുള്ള പോലത്തെ ഒരു കൈൻഡ് ഓഫ്. നമ്മളെല്ലാവർക്കും ഓഡിയൻസ്. അതെ നമ്മുടെ ഇതിന്റെ റൈറ്റ് ഓഡിയൻസ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് കാണാൻ ആളുണ്ടാവും. പക്ഷേ വിഷ്വലി ഭയങ്കര കളറുള്ളതുകൊണ്ട് മീൻസ് ഒരു പ്രൊഡക്ഷന്റെ ഇപ്പൊ ആമസോണിന്റെ ഒരു സീരീസ് എന്നുള്ള പ്രൊഡക്ഷൻ ആണല്ലോ അത്. ആയിരിക്കും. അതെ അതെ പുള്ളിയെ പിന്നെ പറയണ്ട, അത് ഇതാണല്ലോ പ്രൊഡക്ഷൻ. പൈസ കുറച്ച് ഇറങ്ങിയിട്ടുണ്ട്. എറിഞ്ഞിട്ടുണ്ട്. ആര് വിതറിയിരിക്കും എല്ലായിടത്തും നല്ല കളർഫുൾ ആയിട്ട് കാണുന്നവരുണ്ട്. അതെ അതെ ഫുൾ ഒരു ആഡിന്റെ ഫീൽ അല്ലേ. അതെ അതായത് ഇപ്പൊ കളർ അവരെ പാലറ്റ്സ് ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. നല്ലപോലെ നല്ല അല്ല ഈ ഓട്ടോയ്ക്കകത്തിരിക്കുമ്പോഴേ ഓട്ടോയും സെറ്റാണ്. അതിന്റെ ഇന്റീരിയർ ഓട്ടോയുടെ ഇന്റീരിയറിനകത്ത് വരെ ഓട്ടോ വരെ സെറ്റ് ഇട്ടേക്കും. അത് രസം. അതിങ്ങനെ ഈ ജസ്റ്റ് വേണമെങ്കിൽ ആ ഒരു പെർസ്പെക്റ്റീവ് ആസ്വദിക്കുകയാണെങ്കിൽ കുറച്ചു നേരം കാണാൻ പറ്റും. ഇനി അനന്യ ഫാൻ്റെ പെർസ്പെക്റ്റീവ് അനന്യയുടെ ഫാൻസ് വന്നിട്ട് നമുക്ക് നമ്മുടെ കമന്റിന് താഴെ പൊങ്കലിട്ട് ഇരുന്നാൽ മതി. അല്ല
കാണുമായിരിക്കും. അല്ല ആരെങ്കിലും കാണും. അങ്ങനെ അല്ല ഇത് ഇപ്പോൾ അല്ല ഇതിന് Prime അവിടെ- Video- അല്ല അവിടെ കുറച്ച് ഫാൻസ് കാണും ഈ ടൈപ്പ് ഓഫ് സീരീസിന് കുറച്ച് ഫാൻസ് കാണുമല്ലോ. ബോളിവുഡിൽ ഈ പറഞ്ഞല്ലോ അവിടെ ഇതേ പാറ്റേണിൽ സിനിമകൾ ഉണ്ടാവുന്നുണ്ട്. ആ അതെ, ഇപ്പോൾ ഒരു 80s കുറേ ഇംഗ്ലീഷ് സിനിമകൾ ഈ പാറ്റേണിൽ വന്നിട്ടുണ്ട്. പക്ഷേ എനിക്ക് ആക്ടിങ് മാത്രമേ കുറച്ചൊരു ഓവറായി തോന്നിയുള്ളൂ. ബാക്കി ചുമ്മാ ഫണ്ണായിട്ട് കാണാൻ പറ്റിയൊരു സംഭവം തോന്നും. ടൈം പാസ് പരിപാടികളാണെന്ന് തോന്നുന്നത്. അതെ, ഫണ്ണ് കളർഫുൾ സാധനം. നമ്മളിങ്ങനെ ടെൻഷനൊന്നും പിടിക്കാതെ പ്രത്യേകിച്ച് എവിടെ വേണമെങ്കിലും നിർത്തിയിട്ട് എങ്ങോട്ട് വേണമെങ്കിലും പോകാം, എവിടെ നിന്ന് വേണമെങ്കിലും തുടങ്ങാം, നോ പ്രോബ്ലം. പ്രത്യേകിച്ച് ഡ്രാമയൊന്നുമില്ല. അതെ അതെ നമുക്കിങ്ങനെ അറിയാം ഒരു പണക്കാരി ഇങ്ങനെ ആവുന്നു. അത് ഇപ്പോൾ അവർക്ക് പറ്റുന്ന രസകരമായ സംഭവം. അതെ അതെ അതെ. അതായത് ഓട്ടോ ഒന്നും ഇതുവരെ കയറിയിട്ടില്ല, ഓട്ടോയിൽ സീറ്റ് ബെൽറ്റ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കും. ABCD ദുൽഖർ അമേരിക്കയിൽ നിന്ന് ഇവിടെ വന്നിറങ്ങുന്ന പോലെ അവൾ നേരെ മുംബൈ വന്നിറങ്ങുന്നു. അങ്ങനെ ഒന്നും കമ്പയർ ചെയ്യില്ല, ഇടിക്കും ഞാൻ. ഇത് WFGA. അതെ, കരൺ ജോഹറിയായിട്ട് കുറേ മലപ്പടം കാണുന്നുണ്ടേ. പുള്ളി കണ്ടൊരു കൊള്ള ഇന്നൊക്കെ ഒരു വുമണിനെ വെച്ചൊക്കെ ചെയ്യാം. അല്ലേ ഇപ്പോൾ ഈ കഥ ഉണ്ടാക്കാൻ അവർക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, അവരുടെ ലൈഫ് എടുക്കുക. ഇപ്പോൾ അവരുടെ ലൈഫ് എടുത്തിട്ട് ഇതിപ്പോ അനന്യ പാണ്ഡെ തന്നെ അനന്യ പാണ്ഡെ അത് തന്നെ പുള്ളിക്കാരി ഒരു ക്യാരക്ടറായിട്ടൊന്നും മാറണ്ട. അനന്യ പാണ്ഡെ എന്താണോ ആ അനന്യ പാണ്ഡെ അങ്ങനെ അതല്ല പുള്ളിക്കാരിക്ക് കിട്ടിയെന്തോ കമന്റാ ലാസ്റ്റ് പറഞ്ഞത്. അതായത് പുള്ളി എൻ്റെ ലൈഫ് ഭയങ്കര ബുദ്ധിമുട്ടാന്ന് പറയുമ്പോഴത്തേക്കും സെക്യൂരിറ്റി പറയും താങ്കളുടെ ബുദ്ധിമുട്ട് തുടങ്ങുന്നിടത്താണ് ഞങ്ങൾ എത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഇതെവിടെയോ ഞാൻ കേട്ടിട്ടുണ്ടല്ലോ. അതെന്തോ കമന്റ് എവിടെയോ പുള്ളിക്കാരത്തേക്ക് ഒരു കോമൺ ക്രിറ്റിസിസം എന്തോ പുള്ളിക്കാരി ഇടയ്ക്ക് ബുദ്ധിമുട്ടാന്ന്. അത് ഇവരുടെ കുറേ ഇവരുടെ ഇപ്പോൾ ഈ എന്താ ഇവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഈ സീരീസ് ഓഫ് ജാൻവി കപൂർ ഇവരുടെ എല്ലാവരുടെയും സെയ്ഫ് അലി ഖാന്റെ എനിക്ക് തോന്നുന്നു ജാൻവി കപൂറിന് പിന്നെയും കുറച്ച് വെറൈറ്റീസ് ഓഫ് സിനിമകൾ ട്രൈ ചെയ്യുന്നുണ്ട് കുറേ ബെറ്റർ സാധനം എടുക്കാനായിട്ട്. കൂട്ടത്തിൽ ബെറ്റർ ജാൻവി കപൂറിന്റെ ഫിലിം സെലക്ഷൻ ആണ്. അതെ, പുള്ളിക്കാരി ഇപ്പോഴും ഇങ്ങനെ അനന്യ പാണ്ഡെ ഓരോ പടം ഇറക്കുന്നു. അല്ല, അതൊരു സ്ഥലത്ത് സ്റ്റക്കായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അവരിങ്ങനെ എന്ത് ചെയ്യണം, ഇങ്ങനെ കരിയർ ബേസ് ചെയ്തിട്ട് എങ്ങോട്ട് സഞ്ചരിക്കണമെന്ന് ഒരു പ്രോപ്പർ ഐഡിയ ഇല്ലാത്തവരാണ്. ഇതിനു മുമ്പ് ലൈഗർ ആയിരുന്നു തോന്നുന്നല്ലേ? അല്ല അതിന് മുമ്പ് ഇതിനിടയ്ക്ക് വേറെ എന്തോ ചെയ്യണമെന്നുണ്ടായിരുന്നു അല്ലേ? അല്ല നല്ലൊരു സംഭവം ചെയ്തായിരുന്നല്ലോ മറ്റേ ദീപിക പടുകോണൊക്കെ ആയിട്ട്. അത് ഗഹരിയാൻ ഗഹരിയാൻ നല്ല പടമായിരുന്നു. ഒരു സാധനം കൂടെ ട്രെയിലറിനെ ഇട കണ്ടായിരുന്നു പുള്ളി. നല്ലൊരു പടത്തിന്റെ നല്ല എന്തോ ഒരു സംഭവത്തിന്റെ നല്ല പടം. അനന്യ പാണ്ഡെ ചെയ്ത ട്രെയിലർ വന്നിട്ടുള്ളതെന്ന് തോന്നുന്നു, പടം ഇറങ്ങിയിട്ടില്ലെന്ന് തോന്നുന്നു. നല്ലൊരു സംഭവത്തിന്റെ ഈയിടെ കണ്ടായിരുന്നു. അതെ, ട്രെയിലർ മാത്രം ചെയ്തായിരിക്കും, പടം ഇറക്കണ്ട. ട്രെയിലർ ചെയ്യുമ്പോൾ തന്നെ അറിയാലോ പറഞ്ഞാൽ. അല്ല നാളെ നല്ലൊരു നടിയെ മാറിക്കൂടായില്ലല്ലോ. ഇല്ല, അങ്ങനെ അവസരങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നു, ആ അവസരങ്ങളിലൂടെ നമ്മൾ പഠിക്കുന്നു, അങ്ങനെ അത് ലേൺ ചെയ്ത് നമ്മളൊരു ബെറ്റർ ആക്ടിങ്ങിലേക്കോ അല്ലെങ്കിൽ ഒരു ഈ പ്രോസസ്സിൽ അതുവരെ അല്ല വന്നത് വെച്ചിട്ട് ഇപ്പൊ കുറച്ച് ബെറ്റർ ആണ്, ബെറ്റർ ആയിട്ട് കാണാം. അതെ, നമ്മുടെ ഒരു പാറ്റേൺ, നമ്മുടെ ഒരു ഇൻട്രസ്റ്റ് ഏരിയ അല്ല. ഓഡിയൻസ് ഉണ്ട്. അതെ, പാത്തിരുന്ന് കാണാം. പാത്തി ഒന്ന് കാണാം. അല്ല പതുങ്ങിയിരുന്ന് കാണാം. പതുങ്ങിയിരുന്ന് കാണാം. അതെ അതെ അതെ. രണ്ടാമത്തെ എപ്പിസോഡ് കണ്ടില്ല കാണാം. പയ്യെ പതുങ്ങിയിരുന്ന് കാണാം.